മകരം മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു. ഇടവം മാറി പെയ്തിട്ടും അണയാതാളിപ്പടരും ജ്വാലയാ. കടവിൽ കാലം തുഴയും തോണി, കടവിൽ കാലം തുഴയും തോണിയിൽ കയറാൻ മടിയായി നിൽക്കുമ്പോൾ അകലുകയാണോ സ്നേഹിച്ചിനിയും കൊതി തീരാത്ത ജന്മങ്ങൾ ജ്വാലയാ. മകരം മഞ്ഞു ചൊരിഞ്ഞിട്ടും മനസ്സിൽ കനലുകൾ എരിയുന്നു. അപ്പോ എന്റെ സ്നേഹത്തിന് ഒരു വിലയില്ലേ കൃഷ്ണമാമ? പെറ്റമ്മേക്കാൾ ലാളിച്ചല്ലേ ഞാൻ അമ്മൂനെ വളർത്തുന്നേ. എന്റെ സ്നേഹം അവൾക്കറിയാം. എന്നെ വിട്ട് അവള് പോകത്തില്ല. എല്ലാരും തള്ളിപ്പറഞ്ഞപ്പോ എന്റെ സ്വന്തം മകള് പോലും എന്നെ വിട്ടുപോയപ്പോ എനിക്കൊരു പിടിവള്ളിയായിരുന്നു അമ്മൂന്റെ സ്നേഹം. അത് കൃഷ്ണമാമ തന്നെ എനിക്ക് തന്നതല്ലേ. എന്റെ അവസ്ഥ തന്നെ ആയിരുന്നില്ല അമ്മൂനും. സോന അവളെ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാ. വേണ്ട, ഇനിയൊരു കൂട്ടിച്ചേർക്കല് വേണ്ട കൃഷ്ണമാമ. അമ്മൂനെ കാണണമെന്നുണ്ടെങ്കിൽ സോനയ്ക്ക് ഇവിടെ വന്നൂടെ? അത് മതി. അമ്മൂനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. സെലീന, എനിക്കൊരു പേടി. ഡാഡിയുടെ കൊലപാതകത്തിന് സാക്ഷിയായ കരിമനെ ആ ഫിലിപ്പോസ് കൊന്നാലോ? അതോടെ ആകെയുള്ള സാക്ഷി ഇല്ലാതാവും. ആ പേടി എനിക്കുണ്ട്. പക്ഷേ കരുമന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനൊന്നും വകുപ്പില്ലല്ലോ. അയാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അയാൾ അതിനോട്ട് സമ്മതിക്കുകയില്ല. പക്ഷേ കരിമൻ കോടതിയിൽ മൊഴി കൊടുക്കുന്നത് വരെ അയാളെ സംരക്ഷിച്ചേ പറ്റൂ. മമ്മിയുടെ വാക്കുകൾ ഇപ്പൊ സത്യമായിട്ട് വന്നു. ഫിലിപ്പോസാണ് ഡാഡിയെ അപകടപ്പെടുത്തിയതെന്ന് മമ്മി എന്ന് ആവർത്തിച്ച് പറഞ്ഞ കാര്യ. മമ്മിയുടെ വാക്ക് ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല സോന. പക്ഷേ അപ്പോഴേക്കും വിധി എന്നെ ബോബനോട് അടുപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഒരു സത്യം നീ അറിയണം. ഞാൻ തെങ്ങുമൂട്ടിൽ തറവാട്ടിൽ പോയി താമസിച്ചത് നമ്മുടെ ഡാഡിയുടെ കൊലയാളിയെ കണ്ടെത്താൻ വേണ്ടി മാത്രം. പക്ഷേ അത് നിന്നോടോ മമ്മിയോടോ പറയാൻ പറ്റുമായിരുന്നു എനിക്ക്. അതിന്റെ പേരിൽ നീയും മമ്മിയൊക്കെ എന്നെ വെറുത്തു. ശരിയാ. പക്ഷേ നീ ശത്രുപക്ഷത്ത് ചേർന്നായിട്ടല്ലാതെ അന്ന് ഞങ്ങൾക്ക് കരുതാൻ പറ്റുമായിരുന്നോ? ആ, അത് പോട്ടെ. കരിമൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നിന്റെ അങ്കിൾ അലക്സിനെ... യെസ്, എല്ലാം കൂട്ടി യോജിപ്പിച്ച് വരുമ്പോ അലക്സ് അങ്കിളിനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനെന്താ, നിനക്ക് വിഷമമുണ്ടോ? എനിക്കൊരു വിഷമമില്ല. പക്ഷേ അലക്സ് അങ്കിൾ ഇക്കാര്യത്തിൽ നിരപരാധിയാ. അതെന്തിനാ നീ അങ്ങനൊരു മുൻധാരണ വെക്കുന്നേ? നിന്റെ അങ്കിളിന് ഡാഡിയോട് വലിയ താല്പര്യമൊന്നും ആയിരുന്നില്ലല്ലോ. മാത്രമല്ല, മഹേശ്വരൻ വലിയച്ഛൻ നിങ്ങളെ ഇറക്കി വിട്ടപ്പോ കണ്ണീ ചോരയില്ലാതെ തഴഞ്ഞ മനുഷ്യനല്ലേ അയാള്. ഒക്കെ ശരിയാ സോന. ഡാഡിയുടെ മർഡർ കേസിൽ എനിക്കെല്ലാരും ഒരുപോലെ. പക്ഷേ അലക്സ് അങ്കിൾ ഡാഡിയുടെ കൊലപാതകത്തിൽ പങ്കാളിയല്ല. ഫിലിപ്പോസ് ബോധപൂർവം കുരുക്കിലാക്കിയത് അലക്സ് അങ്കിളിനെ. അതുകൊണ്ട് തന്നെ കൂട്ടുകൊലയാളി എന്നുള്ള നിലയിൽ പല തെളിവുകളും അലക്സ് അങ്കിളിനെതിരാ. ഫിലിപ്പോസിന്റെ കള്ളുഷാപ്പിൽ ചെന്ന് ഒഴിഞ്ഞ ക്യാൻ വാങ്ങിയതും പെട്രോൾ പമ്പിൽ പെട്രോൾ പോയി വാങ്ങിയതും അത് ചെകുത്താൻ വളവിൽ കാത്തു നിൽക്കുന്ന ഫിലിപ്പോസിന് കൊണ്ടുവന്ന് കൊടുത്തതും അലക്സ് അങ്കിളാ. മാത്രമല്ല, ഫിലിപ്പോസ് ഉപേക്ഷിച്ച സെൽഫോണിൽ നിന്നും മർഡറിന് 10 മിനിറ്റ് മുമ്പ് പോയ കോൾ അലക്സ് അങ്കിളിന്റെ മൊബൈലിലേക്കായിരുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞും ഫിലിപ്പോസ് അലക്സ് അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്.
അതിനുശേഷം ബാറ്ററി ഊരി ഫോൺ പൊതിഞ്ഞ് അലമാരയിൽ വെച്ച് പൂട്ടി. ഇത്രയൊക്കെ ചെയ്ത നിന്റെ അങ്കിൾ കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞ ഐ വോണ്ട് ബിലീവ് ഇറ്റ്. പറഞ്ഞത് കരുമൻ തന്നെയാ. കാട്ടുമുയലിനെ വേട്ടയാടി ഉൾക്കാട്ടിലെത്തിയ കരുമൻ തിരിച്ചു വരാൻ രാത്രി 12 മണി അടുപ്പിച്ചായി. കാടിറങ്ങി റോഡിനരികിലെത്തിയപ്പോഴാ ആളനക്കം കണ്ട് ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ചത്. അപ്പോ അലക്സങ്കിൾ ഫിലിപ്പോസിന് ക്യാൻ കൈമാറുന്നതാ കണ്ടത്. പിന്നെ അലക്സങ്കിളിന്റെ കാറ് കേടായ മട്ടിൽ റോഡിൽ തന്നെ ഇട്ട് ബോണറ്റ് തുറന്നു വെക്കാൻ ഫിലിപ്പോസ് പറഞ്ഞു. അങ്കിള് ചോദ്യം ചെയ്തതോടെ ഫിലിപ്പോസ് റിവോൾവർ എടുത്തു. പിന്നെ എല്ലാം തോക്ക് ചൂണ്ടി അനുസരിപ്പിക്കുക അയാൾ ചെയ്തത്. ഡാഡി അതുവഴി ആ സമയത്ത് വരുമെന്ന് നേരത്തെ ഫോൺ ചെയ്ത് ഫിലിപ്പോസ് ഉറപ്പിച്ചു വെച്ചിരുന്നു. അലക്സങ്കിളിനെ കാറ് കേടായ അവസ്ഥയിൽ കണ്ട ഡാഡി ഡോറ് തുറന്ന് പുറത്തിറങ്ങി. എന്തെങ്കിലും ഒരു സൂചന ഡാഡിക്ക് കൊടുക്കാൻ അലക്സങ്കിളിന് കഴിയും മുമ്പേ പിന്നിലൂടെ എത്തിയ ഫിലിപ്പോസ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഡാഡിയുടെ തലക്കടിച്ചു വീഴ്ത്തി. അലറിക്കൊണ്ട് മുമ്പോട്ട് വന്ന അലക്സങ്കിളിനെ പിന്നെ അയാൾ തോക്ക് ചൂണ്ടി നിർത്തി. പിന്നെ നടന്നത് നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങളാ. ഡാഡിയെ കാറിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. നീ കരയണ്ട, വിടില്ല, ഞാൻ വിടില്ല. നമ്മുടെ ഡാഡിയെ കൊന്നവന്റെ അന്ത്യം കാണാതെ ഞാൻ വിടില്ല. വരാൻ അല്പം വൈകിപ്പോയി അല്ലേ കരുമ? ഇനിയും വൈകിയാൽ ശരിയാവത്തില്ലെന്ന് തോന്നിയപ്പോഴാ ഇങ്ങോട്ട് പോന്നേ. ഞാൻ വേഗം പൊയ്ക്കോളാം. പിന്നെ കരുമന് ഉറങ്ങാം, അടുത്ത ജന്മം വരെ ഉറങ്ങാം. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വരുത്തിയതല്ലേ നീ. എടാ കൊച്ചനെ, നീ തെങ്ങുമൂട്ടി ഫിലിപ്പോസിനെ കത്രികപ്പൂട്ടിട്ട് പൂട്ടിക്കളഞ്ഞല്ലോടാ. എന്നതായാലും കൊള്ളാം, പക്ഷെ നീ കാട്ടിയത് മണ്ടത്തരമായിപ്പോയി. ASP ആഫീസിൽ ചെന്ന് പറഞ്ഞ കാര്യം നീ ആദ്യം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഞാൻ ലക്ഷങ്ങൾ തന്നേനെ. എനിക്ക് നിങ്ങളുടെ ലക്ഷവും വേണ്ട, കോടിയും വേണ്ട. ഇതിപ്പം നീയും കോടതി കയറണം, ഞാനും കോടതി കയറണം. പുലിവാലായില്ലേ കൊച്ചനെ? ആട്ടെ, ഞാൻ അനന്തനെ ചുട്ടുകൊല്ലുന്നത് നീ എവിടെ നിന്നാ കണ്ടത്? ഗരുഡംപാറ മറിഞ്ഞു നിന്നിട്ടോ? പറയടാ കൊച്ചനെ. അമ്മ എന്റെ കണ്ണ് എല്ലായിടവും ഉണ്ടായിരുന്നു. എന്നിട്ടും നീ അത് മറഞ്ഞു നിന്ന് കണ്ടുവെങ്കിൽ പൂച്ചയുടെ ജന്മം അതിനക്ക്. ആ ജന്മം ഇനി വേണ്ടടാ കൊച്ചനെ. അയ്യോ മോനെ, എന്റെ പൊന്നു മോനെ കരുമ. അയ്യോ അയ്യോ മോനെ. എങ്ങനെയുണ്ട് ഭരണകാര്യങ്ങള്? ഒരു ചൂട് പോരാ കേട്ടോ നിങ്ങളുടെ ഭരണത്തിന്. ഇനി ചൂടായിക്കോളും. മന്ത്രിയുടെ അച്ഛനാണെന്നും പറഞ്ഞ് ഒരാൾ ഭരണത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഞാനോ? അതെങ്ങനെ? വനം വകുപ്പിലെ നിയമനങ്ങളിലും ട്രാൻസ്ഫറിലും ഒക്കെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്ന് കേട്ടു. ഓഹോ, അത് ശരി. അപ്പോഴത്തേക്ക് പാണ്ടി വന്ന് 1-10 പറഞ്ഞല്ലേ? മോളെ, അങ്ങനെ അല്ല കാര്യങ്ങൾ. മന്ത്രിയുടെ അച്ഛനെന്നുള്ള നിലയ്ക്ക് പല ഫോൺ കോളുകളും വരുന്നുണ്ട് എനിക്ക്. കൂട്ടത്തിൽ ഒരാൾ സ്ഥലം മാറ്റത്തിൻ്റെ കാര്യം കരഞ്ഞു പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്നും അച്ഛനോട് സ്നേഹമുള്ള മോളാണെങ്കിൽ നടത്തി തരാതിരിക്കുമെന്നും ഒക്കെ അയാൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു പോയതാണ്. ദേ, നിനക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ കൊടുത്ത വാക്കങ്ങ് പിൻവലിച്ചോളാം.
നിനക്ക് വേണ്ടി ഇത്തിരി അപമാനം സഹിച്ചെന്ന് വെച്ച് ചത്തുപോകത്തൊന്നുമില്ലല്ലോ ഞാൻ. മോളെ, നിന്റെ മാനവും അഭിമാനവും ഒക്കെ ഈ അച്ഛന് വലുത്. അല്ലാതെ ഈ വയസ്സിന് എന്ത് മാനമാ? പോയി സൊന്നതെല്ലാമേ പോയി. കണ്ടരുത് കേരണം കെട്ടവനെ. താൻ എന്നെ കളിയാക്കുന്നു. അയ്യാ, അപ്പടിയൊന്നും അല്ലേ. സാറേന്ന് വിളിക്കണോ? താനിവിടെ ജോലി ചെയ്യുന്നതേ എന്നെ എന്റെ മോളെയും തമ്മി തല്ലിക്കാനാ? താൻ എന്തൊക്കെയാണ് എന്റെ മോളോട് പറഞ്ഞു കൊടുത്തത്? அதுதானா விஷயம். ആ அந்த போன் பேச்செல்லாம் நான் அம்மா விட்டு சொல்லியாச்சு. ഫോണിൽ ഞാനെന്താ പറഞ്ഞത്? 50,000 രൂപ கிடைச்சாலே அந்த ஆளுக்கு ஒரு மாதத்தினுள்ள டிரான்ஸ்ஃபர் கொடுக்கான்னு சொல்லி இல்லையா? മോളെ ഇയാൾ സ്വാമി പൊയ്ക്കോളൂ. മോളെ, കുഞ്ഞിലെ തന്തയില്ലാത്തോളെന്ന് പറഞ്ഞ് താഴ്വാരത്തെ സ്കൂളിലെ സഹപാഠികളൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. വലുതായപ്പോ നീരേറ്റുകാരുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നവളെന്നും പറഞ്ഞ് എന്റെ കൂട്ടരെന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ സഹിച്ചും ക്ഷമിച്ചുവാ ഞാൻ ജീവിച്ചത്. പക്ഷെ ഇപ്പൊ ഞാനൊരു മന്ത്രിയാണ്. എന്റെ കയ്യിൽ അധികാരമുണ്ട്. ഇപ്പോ ഈ നിമിഷം എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ അഴികൾക്കുള്ളിലാക്കാം. മോളെ, മന്ത്രിയുടെ അച്ഛനെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്താൽ മന്ത്രിക്കാണ് അതിന്റെ നാണക്കേട്. അത് മോള് മറക്കരുത്. ഇല്ല, എനിക്ക് ഒരു നാണക്കേടുമില്ല. അഴിമതിക്കാരനായ ഒരു അച്ഛന്റെ വേഷം എനിക്ക് ഈ വീട്ടിൽ ആവശ്യമില്ല. ഇപ്പോ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അയ്യോ മോളെ, കാളിക്കാവിൽ അമ്മയാണ് എൻ്റെ അച്ഛൻ നീരേറ്റ് കൃഷ്ണപിള്ളയാണ് സത്യം. ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല. പോലീസ് പിടിച്ചാലേ എൻ്റെ അപ്പാപ്പനും ഉണ്ടാകുന്ന നാണക്കേട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കും. ഇനി ഉണ്ടാവത്തില്ല, സത്യം. ഒരച്ഛൻ വന്നിരിക്കുന്നു, മകളുടെ സംരക്ഷണത്തിനാണ് പോലും. ഛെ. ഇപ്പൊ വേദന എങ്ങനെയുണ്ട്? വേദന ഒന്നുമില്ല. ഈ മരുന്നൊന്ന് കഴിക്കണ. ഞങ്ങളിത് ASP ഓഫീസിൽ ചെന്ന് പറയാൻ പോവുക. ഇതത്ര നിസ്സാര കാര്യമൊന്നുമല്ല. നീ മിണ്ടായിരിക്കും ശിവ. എനിക്കിനി പോലീസ് സ്റ്റേഷൻ കയറി നിറങ്ങാനും കേസിന് പോകാനൊന്നും വയ്യ. ചെയ്തത് ആരാന്നും എന്തിനാന്നും നമുക്കറിയാം. ഒരു കൊലക്കേസ് തലയിരിക്കുന്ന ഫിലിപ്പോസിന് വേറൊരു കൊലക്കേസും കൂടെ ആയാൽ എന്തോ നഷ്ടപ്പെടാനാ? അത് വേറെ കാര്യം. ഈ ഊരിൽ കേറി വന്ന് തെണ്ടിത്തരം കാണിച്ചാ നമ്മള് പേടിച്ച് മിണ്ടാതിരിക്കത്തേ ഉള്ളൂ എന്നാ അയാളുടെ വിചാരം. അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. അയാളെ ഇങ്ങനെ വിട്ടാ ഇനിയും ഈ കോളനിയെ കേറി വന്ന് ഞരങ്ങും. മുത്തി മിണ്ടാതിരിക്കേ. ഈ ഊരിൽ ഇനി ആരുടെയും തോന്നിയ ദിവസം നടക്കുകയല്ല. അയാൾക്ക് എന്നോട് മാത്രം വൈരാഗ്യം. മുതലാളിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ മൊഴി കൊടുത്ത കാര്യം അയാൾ എങ്ങനെ അറിഞ്ഞു? സാക്ഷിയായി എന്നെ കൊല്ലാൻ തന്നെയായിരുന്നു അയാളുടെ ഉദ്ദേശം. പരാതി കൊടുത്താലും ഇല്ലെങ്കിലും ഫിലിപ്പോസ് ഇനിയും വരും എന്നെ കൊല്ലാൻ. ഇതിങ്ങനെ ചുമ്മാ വിട്ടാ പറ്റത്തില്ല കരുമാ. ഞാൻ ചെന്ന് സലീം സാറിനോട് പറയാൻ പോവാ. ശിവ, അത് വേണ്ടെന്ന്. അത് നമുക്ക് ഒരു ഗുണം ചെയ്യത്തില്ല. പണക്കാരെന്നും ഒറ്റക്കെട്ട. അവര് പാവങ്ങൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യുകയല്ല. സെലീന സാറ് ഫിലിപ്പോസിന്റെ മോന്റെ കെട്ടികളാ. അവര് തമ്മിൽ പിണക്കവും വഴക്കവും ഒക്കെ കാണും. പക്ഷെ കാര്യം വരുമ്പോ അവരൊക്കെ ഒന്നാവും. ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. നീ ഇങ്ങനെ മനസ്സ് തളർത്താതെ കരുമാ. ചിന്നൂനെ പോലെ തന്നെ ആ സെലീന സാറും മനുഷ്യപ്പറ്റുള്ളവളാ. നിനക്കറിയാമല്ലേ, നമ്മുടെ ഊരിൽ ആ പോലീസുകാര് വന്ന് കുഴപ്പം കാട്ടിയപ്പോ സെലീന സാർ ഇല്ലായിരുന്ന കാണായിരുന്നു. എടാ ശിവ, നീ പോയി ആ സെലീന സാറിനെ കാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറ. ഞാൻ പറഞ്ഞില്ലേ, മുത്തി ഇതിലൊന്നും ഇടപെടണ്ട. മുത്തിക്കൊന്നും അറിയല്ല. അറിയടാ, നിന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി നിന്നെ ഒരുത്തനും തൊടാ ഞാൻ സമ്മതിക്കല. ആരോരും ഇല്ലാത്തവനാണെന്ന് കരുതി നിന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയല്ല. നീ ചെല്ലടാ ശിവ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? കരുമ, നിന്റെ മനസ്സിലെ തീയും ചൂടി ഈ മുത്തിക്കറിയാം. നീ ഇങ്ങനെ ഒറ്റാന്തടിയായി ജീവിക്കണ്ട. നിനക്കൊരു കുടി വേണം, കൂടെ കഴിയാൻ ഒരു പെണ്ണും വേണം. അത് ഈ മുത്തി ഉണ്ടാക്കി തരും. വഴക്കിനും വക്കാണത്തിനൊന്നും നീ പോവണ്ട. നീ നോക്കിക്കോ, നിന്റെ ചിന്നുവിനേക്കാൾ ഉശിരും ചന്തമുള്ളൊരു പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്.
ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. എന്നതാടാ? കോടതി സമൻസാ പച്ച. അനന്തൻ കൊലക്കേസിൽ 1-ാം പ്രതിയും ഇപ്പോൾ ജാമ്യത്തിൽ കഴിയുന്ന ആളുമായ തെങ്ങുമുട്ടിൽ ഫിലിപ്പോസ് വിചാരണ ആരംഭിക്കുന്ന 27-ാം തീയതി നേരിട്ട് കോടതി മുമ്പാകെ ഹാജരാകുവാൻ ഉത്തരവിടുന്നു. 26-ാം തീയതി അർദ്ധരാത്രിയോടെ നിലവിലുള്ള ജാമ്യം റദ്ദാക്കപ്പെടുന്നതാണ്. ഫിലിപ്പോസ് 1-ാം പ്രതി. അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. സെലീനയുടെ അമ്മാവൻ ചേമ്പുള്ളി അലക്സ് അല്ലയോ തെളിവ് പ്രകാരം 1-ാം പ്രതിയാകേണ്ടത്? ആയില്ലേ ഞാൻ അങ്ങനെ ആക്കും. മറ്റേ കേസ് എന്തുവാ? ഇതൊരു തമാശ കത്താപ്പച്ച. സെലീന അയച്ച ഡിവോഴ്സ് നോട്ടീസ്. അയ്യോ എന്റെ മാതാവേ, എന്റെ പുണ്യാളച്ചാ, അതിന്റെ തൊലിവെളുപ്പിനടിയില് ഇത്രയും മുഴുത്ത കാളോട് നിറച്ചു വെച്ചിരുന്നോ? ഇനി അവളെ എന്റെ മുന്നിൽ കണ്ട കുറ്റിച്ചോല് വെച്ച് മുഖത്തടിക്കും ഞാൻ. വേണ്ടടി എന്നാമേ, അവൾക്ക് ആ അടിയൊന്നും പോരാ. തേരണ്ടി വാല് കൊണ്ട് അവളെ അടിക്കണ്ടേ? ബോബാ, എത്രയും വേഗം ബന്ധം വേർപെടുത്താനുള്ള എല്ലാ ഏർപ്പാടും നീ ചെയ്യണം. എന്നിട്ട് അവളെ ഒന്ന് ചുറ്റി കെട്ടണം. അതിനിടയില് അവളുടെ ജോലി തെറിക്കാനുള്ള പണി ഞാൻ ചെയ്തോളാം. എന്നാലും ഭ്രാന്ത് പിടിച്ച അമ്മച്ചയും കൂട്ടി അഭയം തേടി ഈ പടി കയറി വന്ന പെണ്ണ് കുടുംബം കുളം തോണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ലല്ലോ എന്റെ മാതാവേ. എടി എന്നമ്മേ, കുളം തോണ്ടുന്നത് തെങ്ങുമൂട്ടി കുടുംബമല്ല, നീരേറ്റ് കുടുംബമാ. ഈ കുടുംബത്തില് ഇവന്റെ കെട്ടിയോളായിട്ട് നല്ല അന്തസ്സുള്ളൊരു പെണ്ണ് വരും. അവൾക്ക് കുട്ടികളും ഉണ്ടാവും. നിന്റെ വിഷമങ്ങളൊക്കെ അതോടെ തീരുമടി എന്നാമേ. നീ വേഗം നല്ലൊരു പെണ്ണിനെ അന്വേഷിക്ക്, അല്ലേ ഞാൻ തന്നെ നോക്കാം. എന്നതാണേലും വഴക്കിനും വക്കാണത്തിനും പോകാതെ അങ്ങനെ നല്ല കാര്യം വല്ലതും ആലോചിക്ക്. എന്നാലും ആ സെലീന ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. പിന്നെയും തുടങ്ങി പെമ്പിളയ്ക്ക് സൂക്കേട്. എടി അന്നാമേ, ഇവനെതിരെ ഡൈവോഴ്സ് നോട്ടീസ് അയച്ചത് കൊണ്ട് ഇവൻ അവളുടെ കാൽക്കീഴിൽ ചെന്ന് വീഴുമെന്ന് അവൾ കരുതി കാണും. എടി, നല്ല ഐശ്വര്യമുള്ളൊരു പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവനെ കെട്ടിക്കും. ഞാനൊരാളെ കണ്ടു വച്ചിട്ടുണ്ട്. സമയമാവട്ടെ, ഞാൻ പറയാം. അരികിലില്ലേ ഞാൻ, അരികിലില്ലേ, അരികിലില്ലേ ഞാൻ, അരികിലില്ലേ, അണയാത്ത ജ്വാലയായി മനസ്സിലില്ലേ, അഴലിൻ്റെ മുകിൽ